ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ മാവ് കുഴയ്ക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കും, ഒട്ടും തന്നെ സോഫ്റ്റ് കിട്ടാറില്ല മാവ്. നമ്മൾ എത്ര തന്നെ നല്ലതുപോലെ കുഴച്ചാലും സോഫ്റ്റ് കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ മാവ് കുഴയ്ക്കുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം നല്ല ചെറു ചൂടുവെള്ളത്തിൽ നമ്മൾ മാവ് കുഴച്ചെടുക്കുകയാണെങ്കിൽ ചപ്പാത്തി നല്ലതുപോലെ സോഫ്റ്റായിട്ട് കിട്ടും. നമ്മളെ കയ്യിൽ തൊടാൻ പറ്റുന്ന ആ ഒരു ചൂട് വേണം നമ്മൾ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അതിനുശേഷം നമ്മൾ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചപ്പാത്തി മാവൊക്കെ നല്ല ഡ്രൈ ആയിട്ടിരിക്കാതെ നല്ല ഇത്തിരി സോഫ്റ്റായിട്ട് വേണം നമ്മൾ ചപ്പാത്തിക്ക് പൂരിക്കൊക്കെ മാവ് കുഴച്ചെടുക്കാൻ. നല്ല സോഫ്റ്റായിട്ട് മാവിരുന്ന നല്ലതായിട്ട് നല്ല പഞ്ഞി പോലത്തെ ചപ്പാത്തി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുമാത്രമല്ല, നല്ല കട്ടിക്കാണെങ്കിൽ നമ്മൾ മാവ് കുഴച്ചെടുക്കണമെങ്കിൽ ഒട്ടും തന്നെ സോഫ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പം മാവ് നല്ലതുപോലെ കുഴച്ച ശേഷം ഒരു 10-15 മിനിറ്റെങ്കിലും നമ്മൾ ആ മാവിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം. അതിന് ശേഷം മാത്രമേ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ചപ്പാത്തി മാവ് കുഴച്ച ശേഷം കുറേ നേരത്തേക്ക് വെക്കുകയാണെങ്കിൽ, നമ്മൾ ഫ്രിഡ്ജിലെ വല്ലേ സൂക്ഷിക്കുകയാണെങ്കിൽ ഒന്ന് എണ്ണ തടവിയിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇനി നമ്മൾ ചപ്പാത്തി പരത്തി എടുക്കുന്നതിന് മുമ്പേ ഇതുപോലത്തെ ഒരു പോണി എടുക്കുക. അതിൻ്റെ അടപ്പിലേക്ക് നിറയെ ഒന്ന് ഹോളിട്ട് കൊടുക്കുക കേട്ടോ. ഒരു കമ്പിത്തുണ്ട് ഒന്ന് ചൂടാക്കിയ ശേഷം ഹോളിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടപ്പിലെല്ലായിടത്തും ഹോളിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്നെ ഒരുപാട് കൂട്ടുകാർ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാൻ ഇവിടെ ആ അടപ്പ് എല്ലായിടത്തും ഇതുപോലെ ഒന്ന് ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പോണിയിൽ നിറച്ച് മാവ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗോതമ്പ് മാവോ മൈദ മാവോ എന്തായാലും കുഴപ്പമില്ല. നമുക്ക് ആ ഒന്ന് ചപ്പാത്തി പരത്തിയെടുക്കാൻ നമ്മൾ മാവ് ഇട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ ഇതുപോലെ പോണിയിലാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ തട്ടി കൊടുക്കുമ്പോൾ ആ കൗണ്ടർ ടോപ്പിൽ ഒന്നും മാവാവാതെ നമുക്ക് നല്ല വൃത്തിയോടെ തന്നെ ഇത് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അത് മാത്രമല്ല, നമ്മുടെ കിച്ചൺ ജോലികളൊക്കെ എളുപ്പത്തിലാക്കാനും നമുക്കിത് സഹായിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, മാവ് ഒട്ടും തന്നെ പുറത്തൊന്നും പോവാതെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുമാത്രമല്ല, നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയ ശേഷം തലേ ദിവസമൊക്കെ മിച്ചം വരികയാണെങ്കിൽ നമ്മൾ ആ ചപ്പാത്തി എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു ഇഡ്ഡലി ചെമ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ നല്ല പഞ്ഞി പോലത്തെ നല്ലതുപോലെ ഉടൻ ചുട്ടെടുത്ത ചപ്പാത്തി പോലെ ഇരിക്കും കേട്ടോ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ എല്ലാവരുടെ വീട്ടിലും ഇതുപോലത്തെ ചോപ്പർ കാണുമല്ലോ, വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചോപ്പർ. അപ്പോൾ അത് നമ്മൾ സ്ഥിരമായിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു കയറ് പൊട്ടിപ്പോകാറുണ്ട്. അപ്പോൾ അത് വെള്ളം നനഞ്ഞാണ് അത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത്. നമ്മൾ ഈ അടപ്പിൽ എപ്പോഴും നമ്മൾ വെള്ളം ഇത് കഴുകിയൊക്കെ എടുക്കുമ്പോൾ ആ ഒരു കയറ് നല്ലതുപോലെ കുതിർന്ന് പൊട്ടിപ്പോകാറുണ്ട്. ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ടിപ്സാണ് കേട്ടോ. അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു കട്ടിയുള്ള കവർ എടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു കവറിനെ നമുക്ക് ഇതുപോലെ ഒന്ന് റൗണ്ടിന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഈ ഒരു അടപ്പിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു അടപ്പ് വെച്ച് കട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇത് വെച്ച് ഇത്തിരി വലുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ അടപ്പിൻ്റെ അളവിന് കട്ട് ചെയ്യാതെ ഇത്തിരി കൂടെ വലുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ വരച്ച ശേഷം കുറച്ചുകൂടെ ഇത്തിരി വലുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു അടപ്പിൻ്റെ പുറത്ത് ഒരു കവർ നിൽക്കുകയുള്ളൂ. അപ്പം ഞാൻ ഇവിടെ ആ കവറൊന്ന് ഇത്തിരി വലുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ വരച്ചേക്കാളും ഇത്തിരി കൂടെ വലുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കവർ നമ്മൾ ആ അടപ്പിൻ്റെ പുറത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ അടപ്പ് നമ്മൾക്ക് ഉപയോഗം കഴിഞ്ഞിട്ട് കഴുകുകയൊന്നും വേണ്ട കേട്ടോ. നമുക്ക് എന്തെങ്കിലും അതിൽ വെജിറ്റബിളൊക്കെ ആവണമെങ്കിൽ ഈ ഒരു കവറിൻ്റെ പുറത്ത് മാത്രമേ ആവുള്ളൂ. അപ്പം ഞാൻ ഈ അടപ്പിലേക്ക് ഒരു ചെറുതായിട്ടൊരു ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു നടുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഹോളിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു അകത്തുള്ള ആ ഒരു മുനഭാഗത്തൊന്ന് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കണം. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ചോപ്പറിൽ നമ്മൾ വെജിറ്റബിളൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ അടച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ ആ ഒരു അടപ്പിലൊന്നും വെജിറ്റബിൾ ആവില്ല കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിച്ച ശേഷം ഈ അടപ്പ് കഴുകാതെ തന്നെ നമുക്ക് വയ്ക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു കയറ് അധികം പെട്ടെന്നൊന്നും പൊട്ടിപ്പോകാതെ നമുക്ക് കുറേ നാൾ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും.
അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നല്ലൊരു ടിപ്സാണ്. ഇത് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്സാണ്. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മളെ വീട്ടിൽ വരുന്ന പാറ്റേനെയും പല്ലീനെയൊക്കെ തുരത്താനുള്ള നല്ലൊരു ടിപ്സാണ് അടുത്ത് ഞാൻ കാണിക്കുന്നത്. അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 സ്പൂൺ അളവിൽ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്ത് ഇതിലേക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിവിടെ ഒരു 3/4 സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വിം ലിക്വിഡാണ്, നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അത് കുറച്ചളവിൽ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ അത് നല്ലതുപോലെ ആ ഒരു സോഡാപ്പൊടി നല്ലതുപോലെ പതഞ്ഞ് വരും. അതിനുശേഷം നമുക്കിതിനെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇവിടെ നല്ലതുപോലെ മിക്സ് എടുക്കുന്നുണ്ട്. ഇത് ഇത് മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ നല്ല ചൂടുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം നമ്മൾ രാത്രിയൊക്കെ നമ്മൾ കിച്ചണിലൊക്കെ പാചകമൊക്കെ കഴിഞ്ഞ ശേഷം ആ സിങ്കിലേക്ക് ഒന്ന് ഒഴിച്ചിടുക. രാത്രി നമ്മൾ ഒഴിച്ചിട്ടിട്ട് നമ്മൾ കിടക്കുകയാണെങ്കിൽ രാവിലെ ഒന്ന് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. അപ്പം ഞാൻ അവിടെ ആ സിങ്കിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ രാത്രി കാലങ്ങളിൽ വരുന്ന പല്ലിയും പാറ്റേനൊക്കെ തുരത്താൻ ഇത് ഏറ്റവും നല്ലൊരു ടിപ്സാണ് കേട്ടോ. അപ്പോൾ ഇത് സിങ്കിൽ മാത്രമല്ല കേട്ടോ, നമ്മളെ വാഷ് ബേസിനിലും നമ്മൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചിടുകയാണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് നമ്മുടെ വീട്ടിൽ വരുന്ന പല്ലീനെയും പാറ്റേനെയൊക്കെ തുരത്താൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ വാഷ് ബേസിനിൽ ഒഴിച്ചിടുമ്പോൾ നമ്മൾ ആ ഒരു കഴുകുന്ന ഭാഗത്ത് മാത്രം ഒഴിച്ചിടുക കേട്ടോ. വെള്ളം നമ്മൾ ആ ബേസിൻ്റെ അവിടെ ഒഴിച്ചിടാതിരിക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അതിൽ ആ മഞ്ഞപ്പൊടിയുടെ ഇതാകുമ്പോൾ നമുക്ക് ആ കളർ അതിൽ നിൽക്കും. അപ്പോൾ ആ ഒരു ഭാഗത്ത് മാത്രം നല്ലതുപോലെ ഒഴിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ ചക്കയൊക്കെ സൂക്ഷിക്കുന്ന പല വീഡിയോകളും ഞാൻ ഇട്ടിട്ടുണ്ട്. പല രീതിയിൽ നമ്മൾ ചക്കകൾ സൂക്ഷിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇതുപോലെ ചക്കകൾ ചെറിയ കഷ്ണങ്ങളാക്കിയ ശേഷം നമ്മൾ സൂക്ഷിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ചക്കകൾ ഇതുപോലെ കട്ട് ചെയ്ത ശേഷം ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറിൽ നല്ലതുപോലെ പൊതിഞ്ഞ ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ചക്ക കുറേ നാൾ നമുക്ക് കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പം നമ്മൾ ചക്ക ഇങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ ചെറിയ ഈർപ്പമൊക്കെ വരുമ്പോൾ ആ ഒരു പേപ്പറിൽ പിടിക്കുമ്പോൾ തന്നെ ചക്ക ഒട്ടും തന്നെ കേടാവില്ല കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ലൊരു ടിപ്സാണ് കേട്ടോ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ ഈ ഇതുപോലത്തെ കൂജയിലൊക്കെ വെള്ളം എടുത്ത് സ്ഥിരമായിട്ട് നമ്മൾ വയ്ക്കുമ്പോൾ അതിൽ ആ ഒരു അടിഭാഗത്ത് ഇതുപോലെ വിഴുവിഴുപ്പൊക്കെ വരാറുണ്ട്. നമുക്ക് കൈകൊണ്ടൊന്നും കഴുകാൻ പറ്റില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ വൃത്തിയാക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം അതിനെ നല്ലതുപോലെ ഒന്ന് കുലുക്കി കഴുകണം. അപ്പം നല്ലതുപോലെ ഒന്ന് കുലുക്കി ഒരു 5 മിനിറ്റെങ്കിലും നല്ലതുപോലെ ഒന്ന് കുലുക്കി കഴുകിയ ശേഷം നമുക്കിതിനെ നല്ല തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വിഴുവിഴുപ്പെല്ലാം മാറ്റി ആ കൂജ നല്ലതുപോലെ വൃത്തിയാക്കി സൂക്ഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കൊരു സാധാരണ എന്തെങ്കിലും ഒരു നല്ലൊരു ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നുപോലെ. പുതിയ കൂട്ടുകാരാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.